ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. In the name of Jesus, I extend my loving greetings to everybody who is assembled here today. കർത്താവിൻ്റെ ഈ വലിയ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. I praise God for the amazing blessed servants of God. കർത്താവ് നമുക്ക് തരുന്ന എല്ലാ സന്ദർഭങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for all the opportunity God is giving us to worship Him. കർത്താവിൻ്റെ മേശയിൽ നമുക്ക് പങ്കെടുപ്പാൻ കർത്താവ് കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for He gave us the grace to be a part of the Lord's table. സൗണ്ട് തണുപ്പുകൊണ്ട് അല്പം വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഓർപ്പിക്കുന്നു. Pastor is taking a pardon for he has some throat issues because of the weather. ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യം, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാനായിട്ട്. I feel very happy and thank God for giving me the opportunity to stand in front of you with the word of God. ഈ ചൊവ്വാഴ്ച എനിക്ക് 79 വയസ്സാണ്. This Tuesday, Pastor is turning 79. കർത്താവ് നിങ്ങളുടെ സത്യേറിയ പ്രാർത്ഥന എനിക്ക് വളരെ ആവശ്യമാണ്. I need all your unattended prayer and God bless you. ഞാനിവിടെ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് വളരെ സന്തോഷമുള്ള ചില കാര്യങ്ങളുണ്ട്. There are a lot of things that makes me happy and I pay attention to here. മറ്റൊന്നുമല്ല, നമ്മുടെ സഹോദരന്മാർ ഇവിടെ പ്രബോധിപ്പിക്കുന്നതാണ്. There are times when actually the brothers would come and give exhortation from the word of God. ബിനു ബ്രദർ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. When Binu brother comes and speak from the word of God, I feel more happy. എൽദോ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. I'm happy that elder brother comes and preaches from the word of God. ഡിജോ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. I like that Dijor brothers also speak from the word of God. സംസാരിച്ച് എനിക്ക് ഇഷ്ടമാണ്. I thank God that Prince brothers also speak from the word of God. ഞാൻ പല കാര്യങ്ങളും അവിടുന്ന് മനസ്സിലാക്കി. I understand that I come across a lot of things when they speak. അവരുടെ ആത്മാർത്ഥത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for their commitment. ഇനിയും അനേക സഹോദരന്മാർ എഴുന്നേൽക്കണം. I also expect that more brothers would come forward to speak. We should listen to their exhortations. That is much required in our life. Let us turn our attention to the word of God. 1 Corinthians chapter 1 22 23 24. Chapter 1 verses 22 23 and 24. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. വേദപുസ്തകമുള്ളവരെല്ലാവരും എടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. I request everybody who has a Bible, please open it up. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. The most important thing when we come to worship God is the word of God. നമ്മുടെ കർത്താവിൻ്റെ മേശ നമുക്ക് തന്നു, അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. The most important thing is we were able to be a part of the Lord's table. എന്നാൽ ഓരോ വചനവും ഇമ്പോർട്ടൻ്റ് ആണ്. But each and every word is important. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അതിപരിചയം അവജ്ഞ ഉളവാക്കുന്നു. We see that actually there is a saying in English that too much knowledge would create. ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. അതിപരിചയം അവജ്ഞ ഉളവാക്കും. Even I don't know the English for that. Okay, but what I understand is too much knowledge would make you lazy. അപ്പോൾ നമുക്ക് പരിചയം കൊണ്ട് നമുക്കൊരു അവജ്ഞ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There is a chance actually we would feel actually laid back that actually we know the word already. അതുണ്ടാകരുത്. We should not have that. ഇവിടെ ഓരോ വചനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. Each and every word has its own importance. ഇവിടെ പറയുന്ന ഏത് സഹോദരൻ പറഞ്ഞാൽ ആ വചനം തന്നെയാണ്. Let it be any brother who speaks, the word is word. ആ വ്യക്തിയുടെ പ്രഭാവമല്ല, യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട. It is not the speaker who is speaking to us, it is Jesus Christ who is speaking to us. It is Jesus Christ who should speak to us. ഇവിടെ പറയാണ്, ഹല്ലേലൂയ സ്തോത്രം, 22ാമത്തെ വാക്യത്തില് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. In the verse 22 it says, for the Jews require a sign and the Greeks seek for after wisdom. യഹൂദന്മാർ എപ്പോഴും അടയാളം ചോദിക്കുന്നവരാ. We see that the Jews always ask for a sign. ഗ്രീക്കുകാർക്ക് എപ്പോഴും ജ്ഞാനം വേണം. The Greeks always seek the wisdom. ഇതിന്റെ അത് ജ്ഞാനമല്ലോ ഉണ്ടോ ഗ്രീക്കുകാർ നോക്കുന്നത്. They see that actually is there anything as a wisdom to take. അടയാളമല്ലോ ചെയ്യുന്നുണ്ടോന്നാ യഹൂദന്മാർ അന്വേഷിക്കുന്നത്. Jews always look for, is there any sign in this? ഇതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. 23ാമത്തെ വാക്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. But the most important thing is that actually we preach the Christ crucified. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കാര്യം എന്താ? Why do we speak about Christ? ഈ ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. It is all because actually we were all saved by the crucifixion of the Christ. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാണ്. Our all life will start from the footstool of Jesus Christ's cross. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, when we accept Jesus Christ as Savior, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. the Spirit of God will come inside us. അതുമുതൽ നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. From there we will start a journey. ഈ യാത്ര നിത്യതയോളമാണ്. And this journey will only end in eternity. അതുകൊണ്ട് ക്രൂശിന്റെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. Therefore the word of the cross is very important. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. That is why we preach the Christ crucified. എന്നാൽ യവനന്മാരും യഹൂദന്മാരും അവരന്വേഷിക്കുന്നത് ഹല്ലേലൂയ ജ്ഞാനവും അടയാളവുമാണ്. But we see the Jews and the Greeks seek for sign and wisdom. ഈ അടയാളം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ അന്വേഷിപ്പാനല്ല, നേരെ മറിച്ച് ക്രൂശിനെ കുറിച്ച് പറയാനായിട്ടാണ് പൗലോസ് ഇടയാക്കി തീർക്കുന്നത്. Paul is speaking about that I am not looking for a sign, but I am here to preach about Christ. ഈ പൗലോസ് എഴുതാനായിട്ട് പല കാര്യങ്ങളുണ്ട്. There are many reasons that he had written this word. We see that actually in the book of Acts chapter 18, Paul goes to Corinth. For many years he stayed there and preached about Christ. That is how the church was born there. And after that he left. And right now he is in Ephesus. It is in AD 59 he writes these words. But he understood that when he went between them and understand some things. We say that actually he had to write this letter to them. There are some things that they had shortcomings about their faith. He wrote about the Lord's table. He spoke about their fellowship. He wrote about a holy living. He reminded everything in these letters to them. നമുക്ക് അതിന്റെ 17ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രകാരമുണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. He says actually like for Christ sent me not to baptize but to preach the gospel, not with wisdom of words. പൗലോസ് പ്രസംഗിച്ച വാക്ചാതുര്യത്തോടുകൂടി അല്ല. He says that I am not speaking with the wisdom of words. സാധാരണ രീതിയിലാണ് സംസാരിച്ചത്. He stays in plain language. പക്ഷേ ഹല്ലേലൂയ തന്റെ ജീവിതം ഹല്ലേലൂയ ആത്മനിറവിന്റെ ജീവിതമായിരുന്നു. But his life was a spirit-filled life. അത് ചെല്ലുന്നിടത്തെല്ലാം ജീവൻ വ്യാപരിക്കത്തക്കവണ്ണമുള്ളതായിരുന്നു. And wherever it went, actually it was giving away the life to others. വാക്ചാതുര്യമുള്ള അനേക പ്രസംഗം കേട്ടിട്ടുണ്ട്. We would have heard a lot of preaching with the wisdom of words. പലപ്പോഴും ജീവൻ കാണുകയില്ല. But there will be no life in that. കാരണം ആത്മനിറവിന്റെ ജീവിതം കാണുകയില്ല. Because there is no spirit-filled life in that. അതുകൊണ്ടാണ് പൗലോസ് 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചുപോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തിയുമാകുന്നു. That is why he says that actually the word of the cross is foolishness for anybody who perishing, but who believes it is a power of God. അനേകരോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. He has spoken to the word of God to many people. അനേകം നിസ്സാരമായിട്ട് എണ്ണാറുണ്ട്. There are a lot of people who count it silly. ഇതൊന്നും വലിയ കഥയില്ലെന്നാണ് പറയുന്നത്. They say there is no much deal about it. പരിഹസിച്ചിട്ടുണ്ട്. But a lot of people have made fun about it. There are a lot of even pastors who had been but it is okay. But for the people who perish, this is foolishness. But whoever is getting saved, this is the power of God. The power of God, the word of God. It is by through this word we all came into salvation. This word is the God's voice. This word is the God's rule. This was a word that will speak to us. This is a word of life. Therefore there is wisdom in this. There is life in this. There is power in this. പിന്നെ
ഒന്നിൻ്റെ പിന്നെ ഗലാത്യലേഖനം 2:21 വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടി പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. Paul says, actually, I have been crucified along with Jesus. It is not me, but Christ that lives in me. We see that like Paul is getting crucified along with Jesus. That means Paul is saying that when Jesus Christ was crucified in Calvary, I also got crucified. That day I was not there. But I have deep faith that actually that I was also crucified when Jesus was crucified. That is why he says actually this is a word of the cross. ഇവിടെ 24ാമത്തെ വാക്യത്തിൽ വീണ്ടും ഓർപ്പിക്കാം. 24 Corinthians 1. 1 കൊരിന്ത്യർ 1:24 വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. യഹൂദന്മാർ ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഇവിടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. But unto them which are called both Jews and Greeks, Christ the power of God and the wisdom of God. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും പൂർണ്ണമായി ഉള്ളത് യേശുക്രിസ്തുവിലാണ്. We see that actually God's full power and wisdom is in Jesus Christ. ഈ യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് പൗലോസ് എപ്പോഴും ശ്രമിച്ചത്. Paul has always tried to make sure that he gives this Jesus Christ to everyone. അതുകൊണ്ട് ഹല്ലേലൂയ, താൻ എപ്പോഴും ഒതുങ്ങി നിന്നുകൊണ്ട് സത്യം ഉറപ്പിച്ചു പറയുകയുണ്ടായി. So he always stood up and speak this truth. തന്നെ ഒരിക്കലും എക്സിബിറ്റ് ചെയ്യില്ല. He never used to show himself. ഞാൻ ഒന്നുമല്ല എന്ന് പൗലോസിന് വ്യക്തമാണ്. He always used to humble himself. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. He see that actually among the sinners I am the first. അതുകൊണ്ട് യേശുക്രിസ്തുവിനാണ് എല്ലാ സ്ഥാനവും കൊടുത്തത്. See, he gave all the position and all the importance to Jesus. അങ്ങനെ ഒരു ക്രൂശിക്കപ്പെട്ട ജീവിതമാണ് തന്നെ നയിച്ചത്. So he led a life which is like crucified along with Jesus. ചെല്ലുന്നിടത്തെല്ലാം അത് പ്രസംഗിക്കുകയും ചെയ്യും. And wherever he went, he spoke about that. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സഭകളിൽ അതിൻ്റെതായ രൂപാന്തരം വന്നുകൊണ്ടേയിരുന്നു. So we that actually even the churches had the same reflection when he was speaking about that. സഭയാണെങ്കിലും ശരി, രൂപാന്തരം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആഴമായി നമ്മൾ ചെല്ലണം. Any church which has to change inside out, they have to be having a word of God. ആ വചനം നിങ്ങൾ ധ്യാനിക്കണം. The word of God has to be meditated. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ മനസ്സിലാക്കുന്ന അപ്പുറം മാത്രമാണ്. Only from the word of God we will know the shortcomings in our life. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് വരുമ്പോൾ, so when we get more closer to God, ദൈവത്തിന്റെ ആലോചന നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. we will find the insights from the word of God. ഉന്നതമായ കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. It is the higher things that God will speak from this word. അവനുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ദിവസം തോറും ലഭിക്കുമ്പോൾ, every day when we take fellowship with God, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും. there will be a lot of changes happening in our family life. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 19ാമത്തെ വാക്യം വായിക്കാം. Let's read the verse 19. 1:9. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ഇതെങ്ങനെയാ? ജ്ഞാനിയുടെ ജ്ഞാനം നശിപ്പിച്ചു, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്തു. I will destroy the wisdom of the wise and bring to nothing the understanding of the prudent. യെശയ്യാ പ്രവചനത്തിൽ പ്രകാരമുണ്ട്. 29:14 വായിച്ചേ. 29:14 യെശയ്യാ പ്രവചനം എടുക്കാം. The book of Isaiah, 29:14. chapter 29 verses 14. ഇതു കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുതവും ആശ്ചര്യവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും. അവരുടെ ജ്ഞാനിയുടെ ജ്ഞാനം നശിപ്പിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മാഞ്ഞു പോകുമെന്ന് കർത്താവ് ചെയ്യുന്നു. അപ്പോൾ ഈ അവരുടെ ജ്ഞാനിയുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുമെന്നാണ് വിവരിക്കുന്നത്. For the wisdom of the wise men shall perish.
ഈ ലോകത്തിലെ ജ്ഞാനികൾ 3 രീതിയിലുള്ള ജ്ഞാനമുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. In the word of God says that actually in this world there are 3 types of wisdom. ഒന്ന് മനുഷ്യന്റെ ജ്ഞാനം, One is the wisdom of man. 2 ദൈവത്തിന്റെ ജ്ഞാനം, Second is the wisdom of God. 3 ലോകത്തിന്റെ ജ്ഞാനം. Third is the wisdom of the എല്ലാം world. ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. All are being actually spoken about in this verse. 1-2 അധ്യായങ്ങളിൽ. In these first few verses. അപ്പൊ ഈ ജ്ഞാനം എന്നുള്ളത് അല്ലിയ മാനുഷിക ജ്ഞാനമുണ്ട്, അത് ലോകത്തിന്റെ ജ്ഞാനമുണ്ട്. So the wisdom comes actually from man and as well as from the world. ജ്ഞാനിയുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുമെന്ന് തന്നെയാണ് വചനം. God says actually I will destroy the wisdom of the wise. 20ാമത്തെ വാക്യത്തിലുണ്ട്. അടുത്ത വാക്യം 20. Yeah. ജ്ഞാനി എവിടെ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. So God says actually the wisdom of this world is foolishness. നമ്മൾ ഓർപ്പിക്കാം, നമ്മളൊരു കമ്പനി ചെല്ലുകയാണെങ്കിൽ ആ കമ്പനിയിൽ മിടുക്കന്മാരെ എടുക്കുന്നത്. We see that when we to any companies, they would take best people. They won't take anybody who is lazy. കമ്പനിക്ക് ആവശ്യമായിരിക്കുന്നത് മിടുക്കന്മാരെയാ. Because the company needs the best people. എന്നാൽ യേശു ക്രിസ്തുവിന് ഭോഷന്മാരെയാണ് ആവശ്യം. But Jesus Christ would let the people count as ഞാനൊരു വലിയ ഭോഷനാ. Pastor himself calls as a big fool. ആ കുടുംബത്തിലെ ഏറ്റവും ഭോഷൻ ഞാനാ. Pastor was least knowledge in his family. I thank God he has selected me. I was not eligible for this. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ലോകത്തിന്റെ താർക്കികൻ എവിടെ? We see that actually the wisdom of this world. മിടുക്ക താർക്കികന്മാരുണ്ട്. There are people who are very scholars. എന്നോട് തർക്കിച്ചിട്ടുള്ളവരുണ്ട്. There are people who are argued with me. ഇപ്പോൾ ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ വചനം തർക്കിക്കാറില്ല. Now I don't actually debate from the word of God. നമ്മൾ ആരും ദൈവത്തിന്റെ വചനം തർക്കിക്കണ്ട. We should not debate about the word of God. ആരെയും വിശ്വാസി കൊണ്ടുവരണ്ട. We don't have to debate and bring anybody into the word of God. കാര്യം പറയണം. Let us speak about the truth. സത്യം പറയണം. Let's speak the truth. പക്ഷേ തർക്കിക്കേണ്ട കാര്യമില്ല. We don't have to debate about it. നമ്മൾ ഈ തർക്കം അതൊക്കെ വീട്ടിൽ പലപ്പോഴും ഉള്ള കാര്യമാണ്. There are things actually dispute and debate would happen in our house. Most of the time wives and husband would do it. There are times when there will be dispute at home. So once a husband said actually I am the head of this house. Then the wife said actually but the neck is myself. So the wife said actually wherever I turn then only you could move. ശരിയാണ്. സ്തോത്രം. അനേക കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള തർക്കം നടക്കാറുണ്ട്. സ്തോത്രം. In many families such disputes would happen. നിങ്ങൾ സൈലന്റ് ആണ്. ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാൾ മിണ്ടാതിരിക്കണം. The best way is that actually if one person speaks the other person is better be silent. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ ഡയറക്ടർ ഞാനൊരു സംഭവം ഞാൻ അല്ലെങ്കിൽ ഒരു കഥ ഞങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം. The director of our Bible school once told me a story. നിങ്ങൾ കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയാനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. He was encouraging us to focus on these so that we would have a healthy family life. ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. I still remember that story. അതിപ്രകാരമാണ് ഒരു ഭർത്താവും ഭാര്യയും കൂടെ 4 മണിക്ക് പിന്നെ കാറ്റ് കൊള്ളാൻ ഇറങ്ങി. So that the story goes like this. One evening 4 o'clock past the husband and wife was walking. റോഡിൽ കൂടെ നടന്നു പോവുക. They were walking through the road. റോഡിന്റെ 2 വശത്തും ഇങ്ങനെ പാടങ്ങളാണ്. On the either sides of the roads there was a lot of fields. ആ പാടങ്ങളിൽ പിന്നെ നെല്ല് കൊയ്തിരിക്കുന്നതായിട്ട് കണ്ടു. They saw that actually the grains were harvested in this side. ഒരേ രീതിയിൽ കൊയ്തിരിക്കുക. So the harvest was done in the same way. ഭാര്യ പറഞ്ഞു ഇത് കത്രി കൊണ്ടാണ് ഇത് കൊയ്തെന്ന് പറഞ്ഞു. So she said actually this looks like actually they have used a scissor to harvest. എടി നീ എന്നാ പറയുന്നത്? കത്രി കൊണ്ട് എല്ലാവരും കൊയ്യോടി. The husband actually made fun saying, hey, no way, nobody, does anybody harvest with a scissor? Wife said actually you don't know anything. Actually if it has to be leveled off like that, it can only be with the scissors. The husband kept on saying actually they used a knife or a sickle to cut this. It is not a scissor. So they kept walking talking this. And the argument heated up. They were going on into a bridge. The husband was very unhappy and he pushed his wife.
വീണ് ഭാര്യ വെള്ളത്തിലോട്ട് വീണു. She fell into the water below. ഭാര്യ താണു. She started drowning in the. അവള് പൊങ്ങി വന്നു. Then she came up. ഭർത്താവിനെ കാണിക്കുക. Then the wife showed with her hand actually the signs showing the scissors. പെണ്ണുങ്ങളെ ഒതുക്കാനായിട്ട് ഒക്കെയില്ല കേട്ടോ. There is no way you could win over them. നമ്മൾ ഒതുങ്ങിയേ ഒക്കുള്ളൂ. The best thing is actually you be silent. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. May the name of glorified. ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? So even the wisdom of this world. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ട്. വീണ്ടും നമുക്ക് വരാം. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഓർക്കണം. For ye see your calling, brethren, that നമ്മൾക്ക് ഞാൻ ഉൾപ്പെടെ ഈ ഇതൊന്നും പറയാനില്ല, കുലീനത്വം പറയാനില്ല, ഒന്നും പറയാനില്ല. അടുത്ത വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഉറപ്പിച്ചല്ലോ, ഭോഷന്മാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. Jesus has taken us the foolishness. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. Jesus has chosen the ones which are weak. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഓ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കുലഹീനവും അല്ല നികൃഷ്ടവുമായത് ഏതുമില്ലാത്തത് ദൈവം തിരഞ്ഞെടുത്തു. God has actually chosen that are despised and had no value. ഈ ലിസ്റ്റില്ല നമ്മളെല്ലാരും പെടുന്നത്. We all belong to the same list. എല്ലാവരും we all belong to this list. എന്നെ തിരഞ്ഞെടുപ്പാൻ ഞാൻ എന്ത് യോഗ്യത? We have not been eligible to be a part of this chosen. What makes us chosen to this? അതെപ്പോഴും നമ്മൾ ഓർക്കണം. ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ ഓർക്കണം, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, നീ മാത്രമാണ് യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. Every time we come to worship the Lord, we should always think that actually we are not eligible to be chosen. It is the lamb who is being chosen. It is the lamb who was slain. It is the blood of the lamb that has been salvation. He is the one who is eligible for praising. What a happiness to praise and glorify the Lord. When we did the English worship, I was very happy. I thank God we were able to worship the God with the whole heart. But there is nothing in us to praise in front of God. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവൻ എങ്ങനെയാണ് ഈ ജ്ഞാനമെന്ന് നമുക്ക് ഒന്നുകൂടെ ഓർപ്പിക്കാം. 1:30 വായിച്ചേ. Let's read verses 1:30. അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. But through him we are in Jesus Christ. അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനം ഓർക്കണം. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശുക്രിസ്തുവാണ് നമ്മുടെ നീതി. Jesus Christ is our wisdom. Jesus Christ is our wisdom and righteousness. Jesus Christ is our sanctification. Jesus Christ is our redemption. It is not my sanctification. I got sanctification because Jesus Christ came in. Jesus Christ gave in me and life. It is through that I have been saved. Jesus Christ is my wisdom. Jesus Christ gave me the righteousness. What an amazing thing that Jesus Christ has given us. Let's go into the verse chapter 2. Here he speaks about 3 different type of people. Even the word of God says actually there are 3 different kind of people in this spiritual life. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകനോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ
ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്രയും ഒന്നാമത്തെ സംസാരിക്കാൻ കാര്യം The first thing, 2:14 നമ്മൾ വായിക്കുന്നത് നാച്ചുറൽ മെൻ ആണ്. 2 verses 2-14, it says natural men, സോളിഷ് മെൻ. സോളിഷ് മെൻ soulish men. Okay. എന്താണ് ഈ നാച്ചുറൽ മെൻ? What is this natural man? മലയാളത്തിൽ പ്രാകൃത മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. In Malayalam, it is written as Prakrita mentioned, which is natural man. തുപ്പിൽ ഒളിപ്പിച്ച് ഇങ്ങനെ ഒരു മാഡായിട്ടുള്ള രീതിയിലുള്ള ആളിനെ കുറിച്ചൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. It doesn't speak about anybody who is not normal. ഇവിടെ നല്ല രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ്. It is good people, പക്ഷേ അവർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം അവർ കൈക്കൊള്ളുകയില്ല. but we see that actually the instruction of God they don't take in അങ്ങനെ consideration. ഒരു ഭാഗം സഭകളിലുണ്ട്. There are some people who are there in the അവരുടെ church. ഇഷ്ടം പോലെ പോവുകയും അവരുടെ ഇഷ്ടം പോലെ ആയിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. They walk and do as they like. അത് അവർക്ക് പോഷകമായിട്ട് തോന്നാം. For them, the word would look like foolishness. ആത്മീയമായി വേദിക്കേണ്ടതല്ല, അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. They are not able to spiritually judge and they are not able to understand it. ഇതാണ് നാച്ചുറൽ മെന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. This is what happens to natural അത് men. ഏത് സഭകളിലുണ്ട്. That is there in most of the churches. രണ്ടാമത്തെ കാര്യം 2:15 സ്പിരിച്വൽ മെന്നെ കുറിച്ചുണ്ട്. The second thing says about a spiritual man. സ്പിരിച്വൽ മെൻ എങ്ങനെയാണ്? What do they do? ആത്മീയ സകലത്തെ വിവേചിക്കുന്നു. They judge on everything. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. He's not getting judged by anybody. ഇതാണ് സ്പിരിച്വൽ മെന്റെ അർത്ഥം. This is the meaning of spiritual അവൻ man. ആത്മീയനാണ്. He is a spiritual person. എന്നാൽ കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കുന്നവനാ. അതെ, He walks by God's ways. അവൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുന്നു. He is a person of the like mind of Christ. അവൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ് യഥാർത്ഥ ആത്മീയൻ. A true spiritual person is the one who has the mind of Christ. പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് ആത്മീയന്റെ വ്യത്യാസം. The spiritual person will always have the things that Holy Spirit will enlighten him. അടുത്ത് മൂന്നാമത്തെ കാര്യം അവൻ ജഡീയ മനുഷ്യൻ. അടുത്ത കാര്യം കാർണൽ മെനെ കുറിച്ചാണ്. കാർണൽ മെൻ. The third one is the carnal man. 3:1 നമ്മൾ വായിച്ചല്ലോ. സ്തോത്രം. എനിക്ക് നിങ്ങളോട് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീയരോട് എന്ന പോലെ ക്രിസ്തു ശിശുക്കളായവരോട് അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. And I, brethren, could not speak unto you as unto spiritual, but unto carnal, even as unto babies in Christ. എന്നെ കാർണൽ മെൻ. What is carnal man? അവൻ ജഡീയ മനുഷ്യനാണ്. He is a man who is carnal. ഇവിടെ സഭായത്തിൽ വരുമ്പം വളരെ ആത്മീയനായിട്ട് കാണാം. When he comes to the church, he is a very spiritual person. ദിവസം തൊട്ട് പുള്ളിയുടെ പരിപാടി തുടങ്ങും. But from the next day, he will walk in his own ways. പിന്നെ കണ്ണിൽ നിയന്ത്രണമില്ല. But then he doesn't have any spiritual touch. സ്ത്രീകളെക്കാളും മോഹമുണ്ട്. There is a lot of other things he has like. അതുപോലെ തന്നെ പുള്ളിയുടെ സംസാരം വേറെ രീതിയിലാണ്. His speech is something different. പണകാര്യത്തില് പുള്ളിക്കൊരു വ്യവസ്ഥയില്ല. There is no limits on his money. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ ആത്മീയനുമാണ്. There are a lot of different things he does in his life. ഇങ്ങനെയുള്ളവരെയാണ് കാർണൽ മെൻ എന്ന് പറയുന്നത്. These people are called as carnal. എല്ലാ സഭകളിലും ഉണ്ട്. There are in all the churches. കാണാം. There could be here as well. നാട്ടിലുള്ള എനിക്കറിയത്തുള്ളൂ, ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I know back in India there is, but I hope it is not here. ആത്മീയര് കൂടുതലാണെങ്കിൽ ജഡിയന്റെ കാര്യം നടക്കുകയല്ല ഒരു സഭയില്. If there is a lot of spiritual people, then the carnal person would not lift his head ഈ here. ചർച്ചിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മാർമീയമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. About the churches, we should understand some things. ഒരു സർക്കിൾ പോലെയാണ് സഭ. The church is considered as a circle. പുറത്തെ സർക്കിൾ എന്ന് പറയുന്നത് ആൾക്കാര് വന്നു പോയി, അവർക്ക് യാതൊരു സഭയുമായിട്ട് യാതൊരു ബന്ധമില്ല, വന്നു പോയി കാര്യങ്ങൾ കേട്ടു പോകുന്നവരാ. The outer circle shows the people who come to the church and go, they just listen and go. They are much not involved with. അതിന്റെ അകത്തൊരു സർക്കിൾ ഉണ്ട്. There is another circle inside that. അവർ കുറച്ചുകൂടി ആത്മീയരാണ്. They are much more spiritual. എന്നാൽ അവർക്ക് ജഡീയ കാര്യങ്ങളുണ്ട്. But there are small little things of carnal in their life. വന്ന് സംബന്ധിക്കുന്നു, വന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങൾ ആത്മീയമായിട്ട് അധികം ബന്ധപ്പെടുന്നില്ല. They come and be a part of this and walk away, but they are not much deep into it. മൂന്നാമത്തെ സർക്കിൾ ഉണ്ട്. There is a third circle. അവർ കുറച്ച് ആത്മീയരാ. They are also well spiritual. ആ സർക്കിളിലുള്ളവർ തമ്മിൽ വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. Those people are having a good relationship with others. സഭയുടെ കാര്യത്തിന് വലിയ താല്പര്യം കാണിക്കുന്നു. They have a lot of interest in for the church activities. വളരെ സഹകരണത്തിലാണ്. They are in great help for each other. അതിന്റെ അകത്തൊരു സർക്കിളുണ്ട്. There is again a circle inside that. കോർ വിശ്വാസികൾ എന്ന് പറയും. That is the core believers in the church. സഭയിലെ പാസ്റ്റർമാരോട് ഒന്നിച്ച് അവർ കോർ ആയിട്ടുള്ളത്. They would be standing with the pastors in building the church. കമ്മിറ്റിക്കാരല്ല കേട്ടോ, കമ്മിറ്റിക്കാരല്ല. This is not the committee members who are speaking about. ആത്മീയത്തിൽ
സ്റ്റാൻഡിങ്ങില്ല ഞാൻ പറഞ്ഞത്. I'm talking about their spiritual standings. പാസ്റ്റർമാരോട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാ. They work alongside the pastors. ഈ കോർ വിശ്വാസികളെയും രണ്ടാമത്തെ അല്ല സർക്കിളായിട്ടുള്ള ആത്മീയരെയും ഭിന്നിപ്പിക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത്. There's a lot of people who try to divide between the most core people and the second core people. മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞ പിശാച് ശ്രമിക്കുന്നത്. It is done by the Satan. അതുകൊണ്ടാണ് സഭകൾ പൊട്ടിപ്പോകുന്നത്. That is why the churches often split. എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. This is what happens in most of the places. നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ആത്മീയത ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, But if you are able to stand together in the word of God, ഒരു സഭയും പൊട്ടിക്കാൻ ആർക്കും കഴിയില്ല. no churches will ever go through a split. ചിലർ വന്നു പോകുന്നു, അവർക്ക് ബന്ധമൊന്നുമില്ല, അവർ പാട്ട് പാടുന്നിരിക്കുന്നു പോകുന്നു എന്നുള്ളതല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. There are a lot of people who come and be a part of it and go away. They have not much involved. അത് ഹല്ലേലൂയ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. That we should always understand. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഐക്യതയുള്ളവരായി, സ്നേഹമുള്ളവരായി, അന്യോന്യം കൂട്ടായ്മ അനുഭവിക്കുന്നവരായി, അന്യോന്യം വളരെ സഹകരണത്തിലുള്ളവരായി നമ്മൾ തീരണം. So we should always come here. We should be in unity. We should be in love and have a good harmony. അത് ദൈവദാസന്മാർക്ക് വളരെ അനുഗ്രഹമാണ്. That will be a great blessing to your pastors. അവർക്ക് ശുശ്രൂഷിപ്പാനും നല്ലതാണ്. It will be a great happiness for them to അതുകൊണ്ട് preach. ഹല്ലേലൂയ നമ്മൾ അങ്ങനെ ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That is what God is expecting from us. കാരണം ഇവിടെ പറയുന്നത് ഹല്ലേലൂയ അവർക്ക് ഈ ജഡിയന്മാർക്ക് അവർക്ക് ഭക്ഷണം അല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞു. He says actually it is not food but it is milk he giving to those people. കാരണം നിങ്ങൾ ഇപ്പോഴും ജഡിയന്മാരല്ലോ. Because you guys are still carnal. നിങ്ങളുടെ ഇടയിൽ ഈശോയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡിയന്മാരും ശേഷം പരിശം പോലെ നടക്കുന്നവരുമല്ലയോ? Because you're walking by same like other people and there is a lot of wrong things about you. ഈശയും പിണക്കവും പിറുപിറുപ്പും ഒക്കെ വരുന്നത് ജഡിയന്മാരിൽ നിന്നാണ്. It is among these cardinals we see the envy, strife and divisions. പിണക്കം വരുന്ന ജഡിയന്മാരിൽ നിന്നാണ്. We get the envying from these carnal people. ആർഗ്യുമെന്റ് വരുന്ന ജഡിയന്മാരിൽ നിന്നാണ്. We get argument from these carnal people. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളെ തന്നെ പരിശോധിക്കണം. So we should look into our lives ഞാൻ ourselves. ജഡിയനാണോ? Am I a cardinal? ഞാൻ ആത്മീയനാണോ? Am I a spiritual person? ഞാൻ സ്തോത്രം നാച്ചുറൽ മാൻ ആണോ? Or am I a natural person? കഥയൊന്നും വേണ്ട, നമ്മൾ തന്നെ വിധിച്ചാൽ മതി. We don't need an external person, but we can judge ourselves. ആത്മീയൻ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. We all think that actually we are all spiritual. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട്. But in our lives we have all these challenges. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം വരണം. But when we hear the word of God, it should clean us. ഇനി എങ്ങനെ ജീവിച്ചാലൊക്കെ ഇല്ല. You should take a decision. I will not live like this. കർത്താവിനോട് എനിക്ക് ജീവിക്കണം. I should live with my Jesus. എന്റെ കർത്താവായിരിക്കണം എന്റെ കുടുംബത്തിന്റെ നായകൻ. It should be Jesus Christ who is the head of my house. അവൻ പറയുന്ന പോലെ എനിക്ക് ജീവിക്കണം. I should live according to what he says. ജോലി സ്ഥലത്തും അങ്ങനെ ആയിരിക്കണം. I shall be the same when I work എന്റെ യാത്രയിൽ അങ്ങനെ ആയിരിക്കണം. On my journey I will be like this. ഇടപാടിൽ അങ്ങനെ ആയിരിക്കണം. In all my transactions I will be like this. In my behavior I will be like that. നമ്മൾ ജീവിക്കുകയെങ്കിൽ If we live like that, കർത്താവിന് പറയാനൊരു കാര്യമുണ്ട്. Jesus Christ has one thing to say. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ. He would call you a faithful servant. നമ്മളെ വിളിക്കുന്ന വിശ്വസ്തനും നല്ലവനുമായ ദാസനെ. Jesus Christ will call each one of us as faithful ഈ servant. വിളി കേൾക്കാൻ ഇഷ്ടമുണ്ടോ? Do you like to be called like this? സ്തോത്രം. ഈ വിളി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. This calling is very important for us. അങ്ങനെ നമ്മൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, If you are living like that, നമ്മുടെ ജീവിതം മറ്റുള്ളവർ പഠിക്കും. from our life people would learn. അനേകർ ക്രിസ്തുവിലേക്ക് വരാനിടയായി തീരും. A lot of people will come into Christ. അവർക്കൊരു ആശ്വാസമായി തീരും. They will be having a relief. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ലഭിക്കും. So then we will have a prayerful life. എത്ര നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. What a blessed life we can lead. ഈ ലോകത്തിൽ ഒരു ജീവിതം നമുക്കുള്ളൂ. In this world we have only one life. നല്ലവണ്ണം ജീവിക്കണം. We should live it in the good way. എത്ര ഭാഗ്യമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. How fortunate we are all. അല്ലേ, കരഞ്ഞ് നിലവിളിച്ചും വഴക്കുണ്ടാക്കിയും തമ്മി വിഷമുണ്ടാക്കിയും ഒക്കെ ജീവിക്കാനൊന്നും അല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. God did not want us to call us to have a troublesome life. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുന്നു. Jesus said, I am giving my peace to you. ലോകം തരുന്ന പോലെയല്ല. It is not the same what world gives you. സമാധാനമുണ്ട്. We have a peace that Jesus given us. There is a peace that Jesus given us. പ്രത്യാശയുണ്ട്. Because we have a hope in Jesus. നമ്മുടെ കർത്താവ് വരുന്നു. Jesus Christ is coming soon. അവനെ കളഞ്ഞാൻ പോവുകയാണ്. We are going to see them. ഒരു പാട്ടിലുണ്ട് പ്രകാരം. ഹല്ലേലൂയ. There is a song that says, വരനെ കാണാൻ പോകുന്നു വധു, കവർന്നേൻ അവൾ ഹൃദയം,
മോദത്തോടെ വിവാഹിതയാകും, ദുഷ്ടലോകം പിൻവിട്ടു പോരൂ. ഹല്ലേലൂയ. വരനെ കാണാൻ വധു പോവുകയാണ്. We say is actually bride is going to see the groom. ഓ, മോദത്തോടെ വിവാഹിതയാകാൻ പോവുകയാണ്. With great happiness, the marriage is going എന്തൊരു to happen. സന്തോഷം അവിടെ ഹൃദയത്തിലുണ്ട്. What a happiness we should be having. നമ്മുടെ കർത്താവുമായിട്ടുള്ള വേളി കഴിക്കാൻ നമ്മൾ പോവുകയാണ്. We are going to be having the marriage with Jesus. അവനുള്ള സന്തോഷം നിങ്ങൾക്കുണ്ടോ? Do you have the happiness for that? ഓ, ഈ ലോകം വിട്ട് നമ്മൾ കർത്താവിനോടുകൂടി കടന്നു പോവുകയാണ്. We are going to leave this world behind and we are going to ഈ go see ലോകത്തിലെ Jesus. ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. That is only for some time we'll be a part of this എന്റെ world. കർത്താവിനോടുകൂടി യുഗായുഗം എനിക്ക് വസിക്കണം. We will be in eternity with Jesus അവൻ എന്റെ Christ. ഭർത്താവാണ്. He is my husband. അവനെ കാണാൻ ഞാൻ പോകുന്നു. I'm going to see him ഓ, soon. എത്ര സന്തോഷമുണ്ടാവും. അങ്ങനെയുള്ള കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. How much happiness we have in that. ആർക്കും സന്തോഷം ഇല്ലെന്നാ, ഒന്ന് കൈ പൊക്കുന്നില്ല. Some of them are lifted their hands. ഒന്നുകൂടെ കാണുക. Once again. Praise God. നമ്മുടെ കർത്താവിനെ കാണാനുള്ള സന്തോഷം, The happiness to see our Jesus അതിന്റെ Christ. പ്രത്യാശ, The hope we have for that. നമ്മൾ ആത്മീയരായി തീരണം. We should all become spiritual. അതിനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. That is what Paul is അതിനൊരു encouraging us. കാര്യമുണ്ട്, കർത്താവിനോട് ക്രൂശിക്കപ്പെടേണ്ട അവസ്ഥ. For that, first we have to be crucified with Jesus. ഗലാത്യ ലേഖനം 6:14 വാക്കോട് വായിക്കും. Galatians Chapter 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരിക്കലും നമുക്ക് വേറെ ഒന്നും പ്രശംസ ഉണ്ടാകരുത്. There should not be any other thing for us to boast നമ്മുടെ about. വ്യക്തിത്വത്തിലോ നമ്മളെ ആയിരുന്ന അവസ്ഥയിലോ ഒരു കാര്യത്തിൽ നമുക്ക് പ്രശംസിപ്പാനിടയാകരുത്. It should not be in our personality or any of our അടുത്ത വാക്യം. qualities. അവനാൽ ലോകം എനിക്കും അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. By whom the world is crucified unto me and I unto the world. അവനാൽ ലോകം എനിക്കും ലോകം അല്ലേ ഒന്നുകൂടെ വാക്യം വായിച്ചേ. അവനാൽ ലോകം എനിക്കും എനിക്കും ഞാൻ ലോകത്തിനും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. He says, by whom the world is crucified unto me and I unto the world. ഓ, സ്തോത്രം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ. This is the most important thing when we live in this ഞാൻ world. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. I have been crucified. ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. The world has been crucified. ലോകത്തിലെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട. I don't want anything from this world. വള്ളം കിടക്കുന്ന വെള്ളത്തിലാ. The boat goes in the water, എന്നാൽ വള്ളത്തിൽ വെള്ളം കയറിയാ മുങ്ങും. but when the water gets into the boat, it will sink. നമ്മൾ ലോകം കയറുകയാണെങ്കിൽ നമ്മൾ മുങ്ങുക തന്നെ ചെയ്യും. If the world enters us, we all will drown. വെള്ളം കയറാനായിട്ടാണ് ഈ തിരമാലകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം അടിച്ചു കയറാൻ ശ്രമിക്കും. When these waves and everything would come, the water would try to get in. നിന്റെ ജീവിതത്തിൽ ലോകം കയറാൻ നോക്കിക്കോണം. We should be careful that actually the world does not enter us. നീ മനസ്സിലാക്കണം. You are a spiritual person, be careful. മാതൃകാ ജീവിതം നയിക്കുന്നുവെങ്കിൽ If you lead an example life, എത്രമാത്രം കർത്താവ് മഹത്വം എടുക്കും. how much more Jesus will take എന്റെ glory. ജീവിതം കൊണ്ട് കർത്താവ് മഹത്വം എടുക്കണം. From each and everybody's life, Jesus should take അതായിരിക്കും glory. നമ്മുടെ ലക്ഷ്യം. That should be our aim. എന്റെ ജീവിതം കൊണ്ട് കർത്താവ് മഹത്വം എടുക്കണം. Through our life, through my life, Jesus should be glorified. പോകുന്നു. And that Jesus is coming soon.